ഹലോ ഞങ്ങളുടെ കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയ വീഡിയോ ഒന്നല്ല, ഒരു ചെറിയ കുട്ടി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങള് വിത്ത് ഫാമിലി ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിലുള്ള റാസൽ ഖോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇത്ര വലിയ മാർക്കറ്റ്, അതും ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനായിട്ട് മാത്രം. ഇഷ്ടം പോലെ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെയുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓപ്പൺ മാർക്കറ്റ് തന്നെയാണിത്. ആൾക്കാരൊക്കെ വന്നിട്ട് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് അത്ര തിരക്കില്ലായിരുന്നു. നമുക്കാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ റീസണബിൾ റേറ്റിൽ കിട്ടുന്നത് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റിയും ഒക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ്. കൂടാതെ സാധനങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങാനുള്ള സ്വാതന്ത്ര്യവും നമുക്കവർ തരുന്നുണ്ട്. ഇവിടേക്ക് വന്നാൽ കീശ കീറാതെ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാം എന്ന് വെച്ച് ഞങ്ങൾ അത്രക്കൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു, പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോ സമയം ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചരയോട് അടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാര്യം പറയണോ, ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറാ. പഴുത്തി കഴിഞ്ഞിട്ട് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? അങ്ങനെ ഇഡലി ഗർഭയും ദോശ ഗർഭയും കഴിക്കാൻ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റ് കണ്ടെത്തിയിട്ടുണ്ട്. വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ പോണ അസിക്കുട്ടൻ സ്നിക്കേഴ്സ് ആവും. വിശന്നാൽ നിങ്ങളല്ലാതാകും എന്നൊക്കെ പറയണ പോലെ. അങ്ങനെ നമ്മുടെ അസിക്കുട്ടൻ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് ഇതാ കട്ട വെയിറ്റിംഗ് ആണ്. മറ്റൊരാൾ നേരത്തെ ഓഫ് ആയിട്ടുണ്ട്. പപ്പയുടെ ജ്യൂസൊക്കെ ആള് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ഫുഡ് എത്തിയിട്ടോ. മന്തിയാണ് ആള് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഫുഡൊക്കെ വന്നു. വയറ് നിറച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ആ ഓഫായി കിടക്കുന്ന കുഞ്ഞു മനുഷ്യന് കുറച്ച് പാർസൽ ഫുഡൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ യാത്ര തുടരും. ഉടനെ അടുത്ത വീഡിയോയുമായി സന്ധിക്കുന്നത് വരെ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണേ. താങ്ക് യു.